ജിഷയുടെ വീടിനടുത്തേക്ക് പോകുന്ന റോഡാണിത്. ജിഷയുടെ ഘാതകരെ പിടികൂടിയ കേരള പോലീസിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ബാനറാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നും 100 മീറ്ററോളം മാറിയാണ് ജിഷയുടെ വീട്. ഇവിടെ എത്തുമ്പോൾ കഥ മാറി. അയൽവാസികൾ ആരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. പ്രതിയെ പിടിച്ചതിൽ സന്തോഷമുണ്ടെന്നും എന്നാൽ ഞങ്ങൾക്കൊന്നും ഇക്കാര്യത്തിൽ പറയാനില്ലെന്നുമാണ് തൊട്ടടുത്ത വീടുകളിലെ ആളുകൾ പറയുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ പോലീസിന്റെയും മാധ്യമപ്രവർത്തകരുടെയും പലതരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു മടുത്തു എന്നാണ് ഇവർ പറയുന്നത്. നിങ്ങൾ പല രാഷ്ട്രീയക്കാരാണ് ഇവിടെ വന്നത്. ഓരോ ദിവസവും അവര് ഏതെല്ലാം രീതിയിൽ ഞങ്ങളെ പീഡിപ്പിക്കുന്നു, എന്തെല്ലാം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നും ഞങ്ങൾക്ക് തന്നെ ഒന്നും അറിയാൻ മേല. എന്നാൽ വീടിനടുത്തുനിന്ന് കുറച്ചു മാറിക്കഴിയുമ്പോൾ ആളുകൾ പ്രതികരിക്കാൻ തയ്യാറായി. പോലീസിനെ വിശ്വാസമാണെന്നാണ് ചിലർ പ്രതികരിച്ചത്. പിടിയിലായത് യഥാർത്ഥ പ്രതിയല്ലെന്ന് ജിഷയുടെ അച്ഛൻ പാപ്പു പറയുന്നതിനെയും ഇവർ തള്ളിക്കളയുന്നു. പാപ്പു പറഞ്ഞതിനോട് അത് വേറെ ആരെങ്കിലും അതിന്റെ പുറകിൽ നിന്ന് ചെയ്യണം, അല്ലാണ്ട് അവന് ഇങ്ങനെ ഇതുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയക്കാരും സംഘടനകളും പെരുമ്പാവൂരെ നാട്ടുകാരെ സ്നേഹമില്ലാത്തവർ എന്ന് മുദ്രകുത്തുകയാണെന്നാണ് അയൽവാസികളുടെ അഭിപ്രായം. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ജിഷ കൊലപാതകവും പ്രതിയെ പിടിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പ്രതികരിക്കാൻ അയൽവാസികൾ തയ്യാറാവുന്നുമില്ല. ക്യാമറാമാൻ ഉമ്മർ എടപ്പാളിനൊപ്പം ആതിര അഗസ്റ്റിൻ, മീഡിയ 1, കൊച്ചി.